അപ്പോൾ നമ്മുടെ 2 വീഡിയോ നല്ല റീച്ച് ആയതുകൊണ്ട് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് നമുക്കെതിരെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി. ഇതാ കേട്ട് നോക്കിക്കോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. പഞ്ചായത്തിലാകെ മാലിന്യം തള്ളിയിരിക്കുക. മറ്റത്തൂർ പഞ്ചായത്തിലാകെ മാലിന്യം തള്ളിയിരിക്കുന്നതാണെന്ന് പ്രസിഡന്റ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് മാലിന്യം കൂമ്പാരമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിൽ മൊത്തം അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, ഇതാണ് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ കള്ളം. ഇനി രണ്ടാമത്തെ നമുക്കൊന്ന് കേൾക്കാം. പഞ്ചായത്ത് നീക്കം ചെയ്തത് ഈ 30 ടൺ മാലിന്യത്തിൽ 20 ടൺ മാലിന്യം നമ്മൾ കയറ്റി അയച്ചു കഴിഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന 10 ടൺ മാലിന്യം കയറ്റി അയക്കുന്നതിന്റെ തലേ ദിവസം എന്ന ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പോൾ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ മാലിന്യം കയറ്റി അയക്കണം? എൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരാളും പറഞ്ഞിട്ടില്ല നാളെ ഈ വേസ്റ്റ് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. മാർച്ച് 9 നമ്മുടെ വലിയ തോടിൻ്റെ 3ാം ഘട്ട ക്ലീനിങ് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാർച്ച് 9 കഴിഞ്ഞ് ജൂൺ 23 വരെ 105 ദിവസം എടുത്തു ഈ വേസ്റ്റ് ഇവിടെ നിന്ന് കയറ്റിയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഗ്രീൻ കേരളക്കാർ വന്നില്ല എന്നാണ് പറയുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റേണായിട്ട് പറയണത് ഈ വേസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറയുകയാണെങ്കിൽ ഗ്രീൻ കേരള അവരപ്പുറത്ത് ആരാണെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകില്ലേ? ഇനി തോട്ടീന്ന് എടുത്ത് പറമ്പിൽ കൊണ്ടിടുക, ഇതാണ് വൃത്തിയാക്കല്? ഈ മഴയും പെയ്ത് ഈ വെള്ളമായി ഈ വേസ്റ്റ് മൊത്തം എടുക്കണ്. നമ്മുടെ വീട്ടിൽ ഇവർ വന്ന് പറയും മുട്ടത്തൊണ്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ കൊതുക് വരും, അപ്പം മുട്ടത്തൊണ്ട് പൊടിച്ചിടണം എന്ന് പറയുന്ന ആൾക്കാരാണ്. ചിരട്ടയിൽ വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ജാതിക്കേര തൊണ്ടിൽ വരെ വെള്ളം കെട്ടിന്ന് കൊതുക് വരും, പനി വരും എന്നൊക്കെ പറയുന്ന ടീംസാണ്. ഇവരുടെ മൂക്കിന് താഴെ ഈ വക പരിപാടി ചെയ്തിട്ട് 105 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ ഇത് എടുത്ത് മാറ്റിയേക്കണത്. 1-2 ദിവസം എന്നല്ല.